യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയതായുള്ള ഔദ്യോഗിക ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ്. എന്നാൽ വാർത്താ ഏജൻസിയായ ANI ഇന്നലെ പ്രസിദ്ധീകരിച്ച വാർത്ത പിൻവലിച്ചു. കാന്തപുരത്തിന്റെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പ് ഉദ്ധരിച്ചായിരുന്നു ഏജൻസി വാർത്ത നൽകിയത്. എക്സിലെ ഈ പോസ്റ്റ് കാന്തപുരം പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഏജൻസി വാർത്ത പിൻവലിച്ചതോടെ കാന്തപുരം പങ്കുവെച്ച ലിങ്കും കാണാതായി. വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്തയോട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിട്ടില്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, കാന്തപുരത്തിന്റെ ഓഫീസ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയെന്ന് സ്ഥിരീകരിച്ച് ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വിവരങ്ങൾ. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. നാടകീയമായി ഈ വധശിക്ഷ പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി റദ്ദാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഉത്തരവിറങ്ങുകയും വധശിക്ഷ നടപ്പിലാകാതെയും ഇരുന്നത്. ഇതിനുശേഷം പലതരത്തിലുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയെ മോചിതയാക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ, ഒപ്പം ആജീവനാന്തം ജയിലിൽ കിടക്കണം, പക്ഷേ വധശിക്ഷയ്ക്ക് ഇത് വിധേയമാകേണ്ടതില്ല എന്നടക്കമുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. എന്തായാലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ട ശേഷമാണ് ഒരു അനുകൂല നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അല്ലെങ്കിൽ ഈ വധശിക്ഷ എന്ന ഒറ്റ തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഡെത്ത് വാറന്റ് അടക്കം നൽകിയ ശേഷമാണ് കൊലക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ഒരു ഇടപെടലിന് ശേഷം പിന്നീട് നിരന്തരം യമനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ സൂഫി പണ്ഡിതരായ കാന്തപുരത്തിന്റെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് വഴിയാണ് ചർച്ചകൾ നടന്നത്. അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ നിരന്തരം ഈ യമൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടും ഒപ്പം ഈ നിമിഷ കൊന്ന തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആശയവിനിമയങ്ങൾ നടന്നു വരികയായിരുന്നു. എന്തായാലും ഈ നിരന്തരമായ ചർച്ചകൾക്കൊടുവിലാണ് വധശിക്ഷ ഒഴിവാക്കിയെന്ന വിവരം കാന്തപുരത്തിന് ലഭിക്കുന്നത്. അത് ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച വിവരം യമനിൽ നിന്നും ഈ പണ്ഡിതർ മുഖേന കാന്തപുരത്തിന് ലഭിക്കുന്നത്. പക്ഷേ ഒരു ഔദ്യോഗിക ഉത്തരവായി ഇക്കാര്യം പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഉത്തരവ് ഇറങ്ങാൻ വൈകുമെങ്കിൽ പോലും ഈ വധശിക്ഷ റദ്ദാക്കി എന്ന കൃത്യമായ തീരുമാനമാണ് യമനിൽ നിന്നും തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇന്നലെയും ഇന്നും കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. രണ്ട് സാധ്യതകൾ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. ഒന്ന്, കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിച്ച് മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ദിയാദനത്തിൽ ഒരു ധാരണ ഉണ്ടായാൽ, മോചനദ്രവ്യം നൽകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പണം നൽകി, ബ്ലഡ് മണി എന്ന രീതിയിലുള്ള പണം നൽകി കഴിഞ്ഞാൽ ജയിൽ മോചിതയാകാം എന്ന ഒരു രീതിയിലുള്ള കാര്യമാണ് ഒരു വശത്ത് നിൽക്കുന്നത്. കാരണം മുസ്ലിം മത നിയമപ്രകാരം ഇത്തരത്തിൽ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർ ആ ഇരകളുടെ കുടുംബത്തിന് വന്ന നഷ്ടപരിഹാരം, അവർക്ക് ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നൽകിയാൽ മാപ്പ് നൽകി വിട്ടയക്കാം എന്നാണ് ആ ഒരു നിയമത്തിന്റെ പഴുത്. അല്ലെങ്കിൽ മുസ്ലിം അനുകൂല ഘടകം മുതലെടുക്കാനാണ്. രാവിലെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ആരാണ് കാന്തപുരത്തെ ബന്ധപ്പെട്ടത്? ഞങ്ങളുടെ കുടുംബവുമായി ബന്ധമില്ല, വധശിക്ഷ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ആ തീരുമാനം ഉണ്ടായതെന്ന് കൂടി അറിയേണ്ടതല്ലേ? തീർച്ചയായും ഈ തലാലിൻ്റെ സഹോദരൻ ആദ്യം ഘട്ടം മുതൽ വൈകാരികമായാണ് ഈ വിഷയത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും സഹോദരൻ കൊല്ലപ്പെട്ടത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന് തന്നെ ഈ കാന്തപുരത്തിൻ്റെ ഓഫീസൊക്കെ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അന്നും ഈ വധശിക്ഷ മാറ്റി എന്ന ഒരു ഉത്തരവ് ഇറങ്ങിയെന്ന് കാന്തപുരത്തിൻ്റെ ഓഫീസും മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു വന്നപ്പോഴും തലാലിൻ്റെ സഹോദരൻ അങ്ങനെ ഒരു ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, ഉടൻ വധശിക്ഷ നടക്കാൻ പോകുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ വധശിക്ഷ നടക്കും എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം അന്നും എക്സിൽ കുറിപ്പ് പങ്കുവച്ചത്. പക്ഷേ അതിനുശേഷം പിറ്റേ ദിവസം ഈ വധശിക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഉത്തരവ് ഇറങ്ങുകയും ഇതേവരെ ആ വധശിക്ഷ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അമിത വൈകാരികതയോടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വശത്ത് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ വലിയ പുരോഗതിയുണ്ട്. ഈ കുടുംബത്തിൽ ആദ്യം ഒരു അഭിപ്രായ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു തരത്തിലും മോചിപ്പിക്കാൻ കഴിയില്ല, ദിയാദനം സ്വീകരിക്കുന്ന നിലപാടുകൾ ഉണ്ടാവരുതെന്നൊക്കെ. പക്ഷേ പിന്നീട്
പിന്നീട് കുടുംബത്തിലെ പലരും ഈ പണ്ഡിതരുടെ ഇടപെടൽ മൂലം മുസ്ലിം വ്യക്തി നിയമ അടിസ്ഥാന പ്രകാരമൊക്കെയുള്ള ചർച്ചകളിലൂടെ ആ കുടുംബത്തിലെ വലിയൊരു വിഭാഗം ഒരു അനുകൂലമായ നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോഴും ഈ തലാലിൻ്റെ സഹോദരനടക്കം ചില അപൂർവം ആളുകളാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മോചനം ഒരു പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാത്തത്. എന്തായാലും ഇപ്പോഴും തലാലിൻ്റെ സഹോദരൻ അത്തരം നിലപാടുകളിൽ തന്നെ ഉറച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഉത്തരവ് വൈകാതെ ഇറങ്ങും. അത് സംബന്ധിച്ച് ഒരു കൃത്യമായ സ്ഥിരീകരണം തങ്ങൾക്ക് ലഭിച്ചു എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. ഈ കേന്ദ്ര മന്ത്രാലയത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ഈ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് നിയമ അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതായുള്ള ഔദ്യോഗിക ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ആ വാർത്തയ്ക്ക് വേണ്ടി, ആ അറിയിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം.